ഹായ് ഹലോ വെൽക്കം ടു മണക്കാടൻ വ്ളോഗ്സ്. ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ലിവർ റോസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 800 ഗ്രാം ബീഫിന്റെ ലിവർ ആണ്. അതിനെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം, അതിനായിട്ടാണ്. അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലപ്പൊടികൾ, അതായത് മുളക് പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിലേക്ക് ഗ്രേവി തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ ആ ഗ്രേവിക്കും നമ്മൾ ഇതെല്ലാം ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പം നമ്മുടെ ഈ ലിവറിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പൊ അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതായത് 1 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നു. ലിവറിന് ഓൾറെഡി വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ശകലം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്കൊരു 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്ക് ഇനി മസാല തയ്യാറാക്കാം. അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ഒരു 10 എണ്ണോ, മീഡിയം സൈസ് രണ്ട് അല്ലെങ്കിൽ 3 സവാള എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. 2 സവാളയും 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി കൂടുതൽ ചേർക്കുവാണെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. കാരണം ബീഫിനൊക്കെ ചുവന്നുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന ഒന്ന്. അപ്പം ചുവന്നുള്ളി മാത്രം എടുക്കാൻ പറ്റുവാണെങ്കിൽ ചുവന്നുള്ളി മാത്രം എടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ രണ്ടും ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മളങ്ങനെ പാൻ സ്റ്റൗ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ആദ്യം ചുവന്നുള്ളി ഇട്ടൊന്ന് വഴറ്റുവാണ്. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്കിനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി വഴണ്ട് വരുന്നതിന് ആവശ്യമായിട്ട് നമുക്ക് ശകലം ഉപ്പും കൂടെ ചേർക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റി നല്ലതുപോലെ വഴളുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുന്നത്. അപ്പം നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം.
ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അതിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു പരുവാണ് നമുക്ക് വേണ്ട. എന്നാലേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതുപോലെ ഉള്ളി നല്ലപോലെ വഴറ്റിയെടുക്കണം. വഴറ്റാതെ എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം മാക്സിമം ഉള്ളി നല്ലപോലെ വഴറ്റി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് തക്കാളിയൊക്കെ പെട്ടെന്നൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം വെന്ത് ഉടയാൻ പരുവായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. തക്കാളിയൊക്കെ ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും അങ്ങനെ ഉള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കാം. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ ലിവർ വേവിക്കാൻ നമ്മൾ ഇതേ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് വേണം ചേർക്കാൻ. അപ്പൊ ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് ഞാനൊരു കശ്മീരിയും കൂടെ ചേർക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുരുമുളകിന്റെ അളവ് കൂട്ടാവുന്നതാണ്. ഞാൻ കറിക്ക് അവസാനം ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കാരണം ബീഫ് അതുപോലെ തന്നെ ബീഫിന്റെ ലിവർ അതിനൊക്കെ നല്ലപോലെ ടേസ്റ്റ് കൊടുക്കുന്നത് കുരുമുളകാണ്. എനിക്ക് കുരുമുളകിന്റെ ഫ്ലേവർ ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുരുമുളക് നമുക്ക് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലകൾ ചേർത്ത് നമുക്ക് ഇളക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ലിവറിന്റെ കഷ്ണങ്ങളോട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കണ്ട. നമ്മൾ വേവിച്ചപ്പോൾ ലിവറിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും ആ ഒരു ഗ്രേവി എല്ലാം ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് തന്നെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് നെടുകെ കീറി ഇട്ടേക്കുവാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിന്റെ ഉപ്പ് ഒക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിക്കാം.
നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുകയാണ്. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. എല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിത് തണുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഗ്രേവി ഒന്നും കൂടെ തിക്കാവും. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള കടുക് വറക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ വറുത്ത് ചേർക്കുന്നുണ്ട്, തേങ്ങാക്കൊത്ത്. അപ്പോൾ നമുക്ക് അത് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്കാണ് ഞാൻ കടുക് പൊട്ടിക്കുന്നത്. അപ്പോൾ ആദ്യം തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ തേങ്ങാക്കൊത്ത് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ തേങ്ങാക്കൊത്ത് കരിഞ്ഞു പോവും. അങ്ങനെ നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ലപോലെ ബ്രൗൺ കളർ ആവുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 5 ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒരു മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അടച്ചു വെച്ചിരുന്ന ആ ഒരു ലിവറിന്റെ കറിയിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ കണ്ടോ, ഗ്രേവി എല്ലാം നല്ലതുപോലെ തിക്കായിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് ഇതാവുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ലിവർ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് അറിയിക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണോടെ ക്ലിക്ക് ചെയ്യുക.